സാർ നമസ്കാരം. നമസ്കാരം. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും, അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാവട്ടെ സോഷ്യലിസ്റ്റ് സർക്കാരാവട്ടെ, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ സാധിക്കണം. ജനങ്ങളുടെ ഹിതമനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യങ്ങളനുസരിച്ച് അവർക്ക് വേണ്ടി ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സർക്കാരുകളെ ജനം ഒരു കാരണവശാലും ഓർക്കില്ല എന്നുള്ളത് തന്നെയാണ് ചില സംഭവങ്ങൾ എടുത്തു പറഞ്ഞു വരുന്നത്. 60 വർഷക്കാലം കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ഒന്നും തന്നെ ഒരു പരിഹാരമുണ്ടാക്കാൻ, ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സാധിക്കാതെ പോയ കിഴക്കമ്പലം പര്യത്തുകാവ് ഉന്നതിയിലുള്ള 7 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കുന്ന ഭീഷണിയിൽ നിന്നും ഒരു ശാശ്വതമായ പരിഹാരം വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അധികാരമേറ്റ് ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാരും അതിനു മുൻപ് കേരളം മാറി മാറി ഭരിച്ച സർക്കാരുകൾക്കും 60 വർഷം കൊണ്ട് നടപ്പാക്കാൻ പറ്റാതെ പോയ ഒരു വലിയ പ്രശ്നമാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, തൻ്റെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം കൊണ്ട് പര്യത്തുകാവിലെ 7 ദളിത് കുടുംബങ്ങൾക്ക് നീതി നടപ്പാക്കി എന്നുള്ളത്. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വരെ കുടിയിറക്ക് ഭീഷണിയായിരുന്നു ഉന്നതിയിൽ താമസിക്കുന്ന ദളിത് കുടുംബങ്ങളെ കാത്തിരുന്നത്. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നു തൊട്ടടുത്ത ദിവസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി അഭിഭാഷക കമ്മീഷൻ പര്യത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാൻ വേണ്ടി എത്തുന്നത്. അന്ന് അവിടുത്തെ മുൻ MLA ആയ CPM-ൻ്റെ MLA ആയിരുന്ന ശ്രീനിജൻ ഉൾപ്പെടെയുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ കുടുംബങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ, ചിരിക്കുന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലൊരു നറേഷൻ സൃഷ്ടിച്ച് വി ഡി സതീശൻ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ കിട്ടിയ ആദ്യത്തെ അവസരം അവർ കൃത്യമായി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് മുൻ നിയമമന്ത്രിയായിരുന്ന, അതായത് 2ാം പിണറായി വിജയൻ സർക്കാരിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന P. രാജീവ്, അദ്ദേഹം പര്യത്തുകാവിൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ കളമശ്ശേരി മണ്ഡലത്തിലെ MLA കൂടിയാണ്. അദ്ദേഹവും അങ്ങോട്ടെത്തി ഈ ദളിത് കുടുംബങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഉന്നതി സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞൊരു സംരക്ഷണ സമിതി ഉണ്ടാക്കി ഈ ഭൂമി റീസർവേ നടത്തണം, അങ്ങനെ അവർക്ക് അവരുടെ കുടിയെടുപ്പ് അവകാശം കൊടുക്കണമെന്നൊക്കെ അന്ന് രാജീവ് പറയുകയുണ്ടായി. 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നിട്ടും യാതൊരു തരത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഈ ദളിത് കുടുംബങ്ങൾക്ക് തൻ്റെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് 10 ദിവസം കൊണ്ട് തൻ്റെ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ റോജി M. ജോണിനെ നിയോഗിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുമായി, ഈ ഭൂമി ഉടമകളുമായി, കുടിയേറ്റക്കാരുമായി ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് ഇരുവശം ഇരുത്തി സംസാരിച്ചു കൃത്യമായൊരു അനുരഞ്ജനം കണ്ടെത്തി, ശാശ്വതമായ പരിഹാരം കണ്ടെത്തി. 7 കുടുംബങ്ങൾക്കും 5 സെൻറ്റ് സ്ഥലം വീതവും 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും ഇവർക്ക് നൽകും. അവരുടെ പാർപ്പിടത്തിലേക്ക് റോഡ് നൽകും. ഇത് ഈ ഭൂ ഉടമകളെ കൊണ്ടും സമ്മതിപ്പിച്ചു, ഉന്നതിയിൽ താമസിച്ചിരുന്ന ദളിത് കുടുംബങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു. വീടാകുന്നത് വരെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാം. ഇതിൻ്റെ പേരിലുണ്ടായ എല്ലാ കേസുകളും എഴുതിത്തള്ളും, ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല. ഇതിൽ കൂടുതൽ എന്ത് ശാശ്വതമായ പരിഹാരമാണ് ഒരു സർക്കാരിന് നടപ്പാക്കാൻ സാധിക്കുക? അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഒരു സർക്കാരിന് കീറാമുട്ടിയായി സുപ്രീം കോടതി വരെ കേസ് പോയി, സുപ്രീം കോടതിയുടെ ഉത്തരവ് വരെ ഉണ്ടായപ്പോഴും ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഒരു സർക്കാരിൻ്റെ നേട്ടം തന്നെയാണ്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കാൻ, ജനങ്ങൾക്ക് ഹിതകരമായ രീതിയിൽ ഭരിക്കാൻ ആർക്കുമാകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വി ഡി സതീശൻ സർക്കാർ കാണിച്ചു തന്നത്. എങ്ങനെയാണ് വി ഡി സതീശനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാർ ഇതിനെ വിലയിരുത്തുന്നത്? നമ്മൾ വി ഡി സതീശനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിക്കും, നിയമപരമായ വശങ്ങളെക്കുറിച്ച് പഠിക്കും, അതിൻ്റെ സാധ്യതകൾ പഠിക്കും, എന്നിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷൻ നടപ്പിലാക്കാൻ അവർ സ്വയം തീരുമാനിക്കുകയും ചെയ്യും. ആ തീരുമാനിക്കുന്നത് ആർക്കും ദോഷമുള്ള കാര്യമായിരിക്കില്ല, എല്ലാവർക്കും അംഗീകരിക്കുന്നൊരു കാര്യമായിരിക്കും. അതാണ് 10 ദിവസം കൊണ്ട് കവരത്തുകാവിൽ ഉണ്ടായിട്ടുള്ള ഈ കുടിയിറക്കമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അടക്കം ഇടപെട്ടിട്ടുള്ള കേസിൽ നിരന്തരമായിട്ട് 10-60 വർഷമായിട്ട് നടത്തുന്ന അവരുടെ ഭീഷണിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ, അതായത് കുറഞ്ഞ സമയം കൊണ്ടൊരു മീറ്റിംഗ് നടത്തി അതിൻ്റെ ഉടമകളെയും അവിടെ താമസിക്കുന്നവരെയും ഒരേ മുഖാമുഖം ഇരുത്തിച്ച് പ്രശ്നങ്ങൾ തീർത്തതോടെ തെളിയിക്കുന്നത്. അതായത് കേരളത്തെ വീണ്ടും ഞെട്ടിക്കുകയാണ്
വി.ഡി. സതീശൻ അക്ഷരാർത്ഥത്തിൽ വിസ്മയം തന്നെയായിരുന്നു അത്. അതായത് ഞെട്ടിക്കുകയാണ്. ഒരു കഴിവുള്ള ആൾ അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നിയമം അറിയുമെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നത് ഇതിലൂടെ തെളിയിക്കുകയാണ് വി.ഡി. സതീശൻ. 10 വർഷക്കാലം ഭരണമുണ്ടായിട്ട് അവിടെ ഒഴിപ്പിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലീസിനെയും തടഞ്ഞുകൊണ്ട് CPM നടത്തുന്ന സമരം വെറും തട്ടിപ്പായിരുന്നുവെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് അവരുടെ ഒരു വോട്ട് ബാങ്ക് സംരക്ഷിക്കലായിരുന്നു ഇവരുടെ പരിപാടിയെന്നും ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് രാജീവനാണ്. കാരണം എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPM സെക്രട്ടറി ആയിരുന്ന രാജീവനെ ഇത്രയും കാലമായിട്ട് നിയമപരമായിട്ടുള്ള ബോധവുമില്ല, പ്രാക്ടിക്കലായിട്ടുള്ള ബോധവുമില്ല, മാത്രമല്ല സമരം നടത്തി തല്ലിക്കാനുള്ള പരിപാടി മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടിയാണ് തെളിയിച്ചിട്ടുള്ളത്. സാർ, എടുത്തു പറയേണ്ട ഒരു കാര്യം, 14 തവണയാണ് അഭിഭാഷക കമ്മീഷൻ കോടതിയുടെ ഉത്തരവുമായി ഇവിടെ കുടിയൊഴിപ്പിക്കാൻ എത്തിയത്. 10 വർഷക്കാലം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ 5 വർഷം നിയമവകുപ്പ് മന്ത്രിയായിരുന്ന P. രാജീവിൻ്റെ കാലത്തും ഈ 14 തവണ കുടിയൊഴിപ്പിക്കലിന് വേണ്ടി കോടതിയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷക കമ്മീഷൻ എത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ ഒരു ഭൂമി റീസർവേ നടത്താനോ ഈ കുടിയെടുപ്പുകാർക്ക് അവർക്ക് അവകാശമുണ്ടെങ്കിൽ ആ ഭൂമി അങ്ങനെ അവകാശപ്പെട്ട പോലെ പതിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനോ സാധിക്കാതെ പോയത്? ഇപ്പോൾ സമരം നടത്തുന്ന ഉന്നതിയെ കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ രാഷ്ട്രീയമായ പാപ്പരത്വം ഉന്നതി നിവാസികളായ 7 ദളിത് കുടുംബങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ മുഖത്തടിച്ചതുപോലെ ചോദിച്ചു, ഇതുവരെ നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് തന്നെയാണ് ചോദിച്ചത് രാജീവ് അടക്കമുള്ള പൊതുപ്രവർത്തകരോട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളംകാരാണ് 4 പേര് 4 പേര്. ഒന്ന് നമ്മുടെ വി.ഡി. സതീശ എറണാകുളംകാരനാണ്, അതേപോലെ റോജിയം ജോൺ എറണാകുളംകാരനാണ്, അതേപോലെ സജീന്ദ്രൻ MLA എറണാകുളംകാരനാണ്, അതേപോലെ രാജീവൻ എറണാകുളംകാരനാണ്, പി വി ശ്രീനിജൻ എറണാകുളംകാരാണ്. അപ്പം ഈ ഇപ്പുറത്ത് കേന്ദ്ര ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാളുടെ മരുമകനാണ് പി.വി. ശ്രീനിജൻ. ഇപ്പുറത്ത് ലോകത്തിലെ എല്ലാ സകല വിവരങ്ങളുണ്ടെന്ന് സ്വയം നടിക്കുന്ന ഒരു ബുദ്ധിരാക്ഷസനായി സ്വയം നടിക്കുന്ന ഒരാൾ കൂടിയാണ് രാജീവൻ. അപ്പോൾ അവർ ഈ സമരങ്ങളെ എങ്ങനെ നേരിടുന്നു, ഒരു പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു, അവരെ മുന്നിൽ സമരങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ആയുധങ്ങൾ കൈവശം ഉണ്ടാകില്ല. അതുകൊണ്ട് സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം. സുപ്രീം കോടതിയുടെ ഉത്തരവായാലും ഞങ്ങൾ ഏറ്റുമുട്ടി ധീരന്മാരാണ് എന്ന് കാണിക്കണം. എന്നിട്ട് അവരുടെ മുന്നിൽ ഇവരാണ് ധീരന്മാരായാൽ ഇവരാണ് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. പ്രശ്നം പരിഹരിക്കലല്ല അവരെ പരിപാടി, പ്രശ്നം വീർപ്പിച്ച് ഇങ്ങനെ നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി എന്ന് ഈ റോജിയം ജോൺ നടത്തിയ അല്ലെങ്കിൽ സജീന്ദ്രൻ നടത്തിയ അവരുടെ ഒരു അനുരഞ്ജന ചർച്ചയിൽ കോടതിയിൽ കിടക്കുന്ന ഗുരുതരമായ പ്രശ്നത്തിൽ കോടതിയുടെ ശക്തമായ ഉത്തരവുണ്ടായിട്ടും ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല, ഇനി അവിടുന്ന് ഒഴിപ്പിച്ചേ പറ്റൂ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൃത്യമായി പറഞ്ഞാൽ എല്ലാവരും കാത്തിരുന്നത് ഒഴിപ്പിക്കേണ്ടി വരും ഗവൺമെൻറ്റിൻ്റെ നിന്നാണ്. എന്നാൽ അത് കൂളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ ഉടമയെ വിളിച്ചു വരുത്തി, ഉടമയെ സംസാരിച്ചു, അദ്ദേഹം സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു എന്ന് തന്നെ അതിൻ്റെ ഒന്നാമത്തെ നീതിയാണ്. രണ്ടാമത്തെ നീതി പറയുന്നത് ആ സ്ഥലം വരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതും ഇപ്പോൾ ഒഴിയണ്ട, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 1 വർഷം താമസിച്ച ശേഷം 1 വർഷം കൊണ്ട് അവിടെ വീട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കി കൊടുത്ത വീട്, അങ്ങനെ 7 വീടുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിലേക്ക് റോഡ് പഞ്ചായത്ത് വഴി ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ശാശ്വതമായ പരിഹാരമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ ഇവർക്ക് ചെയ്യാമായിരുന്ന കാര്യമായിരുന്നു, പക്ഷേ ഇവർ ചെയ്യില്ല. കാരണം ഇവരെ ചെയ്യാത്തത് എന്താ വെച്ചാൽ ഇവരാണ് അവിടെ അതിന് പരിഹാരം കാണുന്ന ആൾ. ഇവർ സുപ്രീം കോടതിയെ പോലും തടഞ്ഞു നിർത്തുന്നു എന്ന് പറയുന്ന, അങ്ങനെ ഞങ്ങൾ എന്തിനും തയ്യാറുള്ള ആളുകളാണ്, കൂടെയുള്ള ആൾക്കാരാണെന്ന് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഇതല്ല പരിഹാരം. CPMൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ്. അതേപോലെ എല്ലാം തന്നെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ്, അതേപോലെ പണം പിരിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവർക്ക് എന്നുള്ളത് തെളിയിക്കുകയാണ് ഇവിടെ. എന്തായാലും ഇത് ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് പിണറായി വിജയന് തന്നെയാണ്. പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ 14 തവണ കോടതി കമ്മീഷൻ വന്നിട്ടും അവരെ തടയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സാർ, 10 വർഷം പൂഴ്ത്തിവെച്ച ഈ ഒരു കാര്യമാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 10 ദിവസം കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ആലങ്കാരികമായി പോലും ഒരു അതിശയോക്തി ഉണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവരെന്താ ചെയ്തത്? 10 വർഷം ഇവർ ഭരിച്ചിട്ട് നടക്കാത്ത കാര്യം, അന്ന് മന്ത്രിയായിരുന്ന ആള് പിന്നീട് വന്ന് സമരം നടത്തി പറയുകയാണ് ഇതെല്ലാം
വി.ഡി. സതീശൻ്റെ മന്ത്രിസഭയുടെ കുറ്റമാണ്, പോലീസിൻ്റെ കയ്യേറ്റമാണ് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമാണ് ഉണ്ടാക്കിയത്. പരിഹസിക്കുക കൂടി ചെയ്തു. ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നപ്പോൾ ജനങ്ങൾക്ക് അറിയാൻ തുടങ്ങി. അതായത് വി.ഡി. സതീശൻ വളരെ സൗമ്യമുഖഭാവത്തോടു കൂടിയാണല്ലോ ജനങ്ങളോട് ഇടപെടുന്നത്. മറിച്ച് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ ചിരിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരിതൊക്കെ സംസാരിച്ചത്. പക്ഷേ ചിരിച്ച മുഖ്യമന്ത്രി ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും. നിയമപരമായി ഭൂവുടമ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥൻ. എന്നാൽ അവർക്ക് യാതൊരു തരത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ, കുടിയെടുപ്പുകാരെന്ന് പറയുന്നവർക്കും വിഷമങ്ങൾ ഉണ്ടാവാതെ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ചത് ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മിടുക്ക് തന്നെയായി കാണാൻ കാലം അങ്ങനെ തന്നെയാണ് വാഴ്ത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ റോജി എം ജോണെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അവിടെ കുടുങ്ങിയപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോവുകയും അവിടെ നിയമയുദ്ധം നടത്തി അവരെ തിരിച്ചു കൊണ്ടുവരികയും മാത്രമല്ല അവർ മതം മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പിടിക്കപ്പെട്ട ആദിവാസികളും അതേപോലുള്ള ആളുകളും കൃത്യമായി പറയുകയും അങ്ങനെ RSSൻ്റെ വലിയ ഒരു ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട RSSൻ്റെ മന്ത്രിസഭയുള്ള ഭരണം നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ കന്യാസ്ത്രീകളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ കഴിവുള്ള ആളാണ് റോജി എം ജോൺ. NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ വഹിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളെ മന്ത്രിയാക്കിയത് ശരിയാണ്, റോജി എം ജോണിന് മന്ത്രിസ്ഥാനം കൊടുത്ത് തെറ്റാണെന്ന് പറയുന്ന വലിയ പ്രചരണമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം കഴിവുള്ള ആളാണെന്ന് കൃത്യമായി തന്നെ ജനകീയനായ മന്ത്രിയാണ്, വിവരമുള്ള മന്ത്രിയാണ്, നിയമം അറിയുന്ന മന്ത്രിയാണ്, മാത്രമല്ല കാര്യപ്രാപ്തിയുള്ള മന്ത്രിയാണ് എന്ന് അദ്ദേഹം നിഷ്പ്രയാസം തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് അറിയാം, അദ്ദേഹം ആദ്യത്തെ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിനല്ല ജയിച്ചത്. അവിടെ അങ്കമാലി സീറ്റ് എല്ലാ കാലത്തും UDFൻ്റെ കോട്ടയായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി ജനതാദളിൻ്റെ കൊടിയായിരുന്നു. അവിടെ നിന്ന് അട്ടിമറിച്ച് അദ്ദേഹം വിജയിക്കുകയും ജോസ് തെറ്റേലിനെ തോൽപ്പിച്ച് അദ്ദേഹം അതിന് ജയിക്കുകയും പിന്നീട് അദ്ദേഹം വൻ ഭൂരിപക്ഷം 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഞാനവിടെ സന്ദർശിച്ചിരുന്നു. ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി റോജി എം ജോണിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലായിട്ട് ജനങ്ങളുമായി അടുപ്പമുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയനായിട്ട് ഒരു നേതാവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് സത്യവും കൃത്യവുമാണെന്ന് അദ്ദേഹം ഈ പരുത്തിക്കാവ് സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചത് തെളിയിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഈ 2 സജീന്ദ്രനെയും അതേപോലെ റോജി എം ജോണെയും പ്രത്യേകം അഭിനന്ദിച്ചത് സത്യമാണ്. അവർക്ക് അഭിനന്ദനം നൽകേണ്ട ആൾക്കാർ തന്നെയാണ്. എന്തായാലും വി.ഡി. സതീശനും റോജി എം ജോണും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തലക്കെട്ട് കൊടുക്കാവുന്ന ഒരു സംഭവമാണ് പരുത്തിക്കാവ് സംഭവം.